പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി ഒരു മീൻ കറിയുടേതാണ് കേട്ടോ. ഈ മീൻ കറി ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 10 ചെറിയ ഉള്ളി, ഒരു 8 വെളുത്തുള്ളി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള മീൻ വറ്റ എന്നു പേരുള്ള മീനാണ് കേട്ടോ. 2 കിലോ മീനാണ് ഞാൻ കറി വെക്കാൻ എടുത്തിട്ടുള്ളത്. കറി വെക്കാനായി ഒരു മൺചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ചിറ്റി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ, അല്ലെങ്കിൽ ചട്ടി പൊട്ടി തെറിക്കും. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് 1 സ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതൊന്ന് നെടുകെ പൊളിച്ചതും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വലിയ 2 തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് നല്ലതുപോലെ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇപ്പോൾ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പിടി കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങയും മസാലയും കൂടിയുള്ള കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം തേങ്ങാപ്പാൽ 2ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള കുടംപുളി ഇട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച മീനും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം. മസാലയുടെ കൂട്ട് ഒഴിച്ച സമയത്ത് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ എന്താണ് ഈ മീനിന് പേര് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ വറ്റാന്നാണ് ഇവിടെ എല്ലാവരും പറയാറ്. ഈ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മീൻ കറിയിലേക്ക് 1 സ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ബൗള് 1ാം പാൽ മാറ്റി വെച്ചതും കൂടി ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പും എരിവും പോരെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കരിവേപ്പിലയും കൂടി ഒന്ന് താളിച്ച് ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം വഴറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത്, എന്നാലും ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് വറവിടുമ്പോൾ ഏറ്റവും നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഈ മീൻ കറിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ തേങ്ങ അരച്ചിട്ടുണ്ട്, പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ആയപ്പോൾ നല്ലൊരു അടിപൊളി കറി തന്നെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.